നമുക്കിന്ന് പൈനാപ്പിൾ കൊണ്ടൊരു പായസം ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കുക്കറിലിട്ട് 4 വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച് ചൗവരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചൗവരിയിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിരുന്നു വേവിച്ചതിൽ കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ശർക്കര നമുക്ക് ഉരുക്കി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരിച്ചെടുത്താൽ നല്ലതായിരിക്കും, കല്ലും പൊടിയും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായി തിളച്ച് സെറ്റായതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്താൽ പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് ചൂടായാൽ മതി. അതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ നമുക്ക് വറുത്തിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചൂടോടെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്